നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രളയ ദുരന്തത്തിനിടെയുണ്ടായ ഹെലികോപ്റ്റർ യാത്രയും വിരുന്നും കേരള രാഷ്ട്രീയത്തിലെ പുതിയ പോർമുഖം. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കടുത്ത മറുപടിയുമായി അദ്ദേഹം തന്നെ രംഗത്ത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദമില്ലേ? മുൻ മുഖ്യമന്ത്രി പ്രളയകാലത്ത് നിരാഹാരമിരിക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ കൊണ്ടാണ് സതീശന്റെ തിരിച്ചടി. എന്നാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന മറുപടിയാണോ? പ്രളയകാലത്തെ ഭരണത്തിന്റെ മുൻഗണനകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. പ്രളയത്തിൽ കേരളം മുങ്ങി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര എന്തിനായിരുന്നു? കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ അടിയന്തരമായി നിക്ഷേപകരെ കാണാനായിരുന്നുവെന്നാണ് വി ഡി സതീശന്റെ വിശദീകരണം. പക്ഷേ ഉടനെ ഉയരുന്ന ചോദ്യം, ആരെയായിരുന്നു കണ്ടത്? ഏത് നിക്ഷേപകരെ? എന്ത് നിക്ഷേപമാണ് ഉറപ്പായത്? അതിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? രാഷ്ട്രീയ വിവാദം മാത്രമാണോ ഇത്? അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചോദ്യമാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കേരളം പ്രളയത്തിൽ മുങ്ങി നിൽക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എവിടെയായിരുന്നു? അദ്ദേഹം എന്തിനാണ് കൊച്ചിയിലേക്ക് അടിയന്തരമായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയത്? പിറ്റേ ദിവസം എന്തിനായിരുന്നു മലപ്പുറത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വിരുന്നിൽ പങ്കെടുത്തത്? ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം തൊടുത്തുവിട്ടതാണ്. അതിനുള്ള മറുപടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. ആദ്യം അദ്ദേഹത്തിന്റെ മറുപടികൾ കേൾക്കാം. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ഒരു രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഇതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. രണ്ട് കാര്യങ്ങളെക്കുറിച്ചും, ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചും ഉച്ചയ്ക്ക് ശേഷം സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്ന് കഴിച്ചതിനെ കുറിച്ചും, ഈ രണ്ട് കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരണം നൽകുകയായിരുന്നു. ശ്രീ PK ഗോപൻ, ശ്രീ AM രോഹിത്, ശ്രീ AS അഖിൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ PK ഗോപൻ, മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തോടുകൂടി നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായോ? അദ്ദേഹം രണ്ട് കാര്യങ്ങളും പറഞ്ഞു. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് അത് നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. ആരെ കാണാനാണ്, ഏത് നിക്ഷേപകരെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. എങ്കിൽ കൂടിയും നിക്ഷേപകരെ കാണാനാണ്. അപ്പോൾ അതൊരു സ്വകാര്യ യാത്രയല്ല. ഭക്ഷണം കഴിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് അനുവാദമില്ലേ എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോ നുണ പറഞ്ഞാൽ അത് കേരളത്തിനൊരു വാർത്തയല്ല. അദ്ദേഹം സത്യം എന്തെങ്കിലും പറയുന്നെങ്കിൽ മാത്രമാണ് അതൊരു വാർത്തയായിട്ട് മാറുന്നത്. ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒരു വിദണ്ഡവാദത്തിന്റെ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് എതിരായിട്ട് സംസാരിച്ചത്? അദ്ദേഹത്തിന്റെ ഭക്ഷണം ആഘോഷമാക്കി മാറ്റുകയും ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ ദുരിതത്തിലാണ്ട് കഴിയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവിടെ ഇടപെടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശ്രമം നടത്താതെ അദ്ദേഹം ഒരു 10-40 പരം വിഭവങ്ങൾ അണിനിരന്ന ഒരു വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ള ആക്ഷേപമാണ് ജനങ്ങൾക്കുള്ളത്. അല്ലാതെ വി ഡി സതീശൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അദ്ദേഹം അതിനെ കണ്ടതെങ്ങനെ? ഭക്ഷണം കഴിക്കുന്നതിന് വിമർശനം എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? അത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ശ്രീ PK ഗോപൻ, കഴിഞ്ഞ പ്രളയകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹം നിരാഹാരം ഇരിക്കുകയല്ലായിരുന്നുവല്ലോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്.
അതെ, അതാ ഞാൻ പറഞ്ഞത് വിദണ്ഡവാദം. പിണറായി വിജയൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോകാനിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്നുള്ളത് നമ്മളിവിടെ പരസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ഗൗരവമുള്ള രോഗമാണ്. ആ രോഗം ഉണ്ടായിരിക്കെ വിദേശ യാത്ര ക്യാൻസൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇവിടെ നിന്നത്. പിണറായി വിജയൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നർത്ഥത്തിലല്ല നമ്മളത് പറഞ്ഞത്. അതുകൊണ്ട് വി ഡി സതീശനും ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമല്ല. പിണറായി അന്ന് ഇങ്ങനെ ഒരു വിരുന്നിൽ പങ്കെടുത്തിരുന്നെങ്കിലോ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എങ്ങനെയാണോ അത് ആഘോഷിക്കുമായിരുന്നത് വാർത്തയിൽ? പിണറായി വിജയനാണ് ഹെലികോപ്റ്റർ അമ്മായിയച്ഛനെ കാണാൻ പോയത് ഉപയോഗിച്ചെങ്കിലോ, കേരളത്തിലെ മനോരമയ്ക്ക് 8 പേജ് വാർത്തയാവില്ലേ? മാതൃഭൂമിക്ക് 6 പേജ് വാർത്തയാവില്ലേ? ഇത് ഒരു കോളം വാർത്തയിൽ ഒതുക്കുകയും സ്നേഹസമ്പന്നനായ മരുമോഹനാക്കി ചിത്രീകരിക്കുകയും ചെയ്തില്ലേ പിണറായി വിജയനെ? നേരെ മറിച്ച് ദുരന്തത്തിൽ കഴിയുന്ന മനുഷ്യരെ ആ പ്രതിസന്ധി കണ്ടിട്ട് വെളുപ്പിന് 5 മണി മുതൽ 4 മണി മുതൽ വലിയ തോതിൽ വാർത്ത വരികയാണ് അവിടുത്തെ പ്രളയത്തെ സംബന്ധിച്ച്. ആ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നു. കാലാവസ്ഥ മോശമായത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായത് തന്നെ മനസ്സിലാകുന്ന ആളാണല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ തിരിച്ചുവിടുന്നു. പക്ഷെ അത് നിക്ഷേപകരെ കാണാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് വന്ന നിക്ഷേപകരാണ്. അപ്പോൾ കേരള മുഖ്യമന്ത്രി അവരെ കണ്ടില്ലെങ്കിൽ മറ്റൊരു വിമർശനം ഉയരും. തമിഴ്നാട്ടിലേക്ക് നിക്ഷേപം പോകുന്നു, കേരളത്തിലേക്ക് വരുന്നില്ല, കാരണം മുഖ്യമന്ത്രി നിക്ഷേപകരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്ന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം യാത്ര പോയിട്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് വീണ്ടും തിരുവനന്തപുരം തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും പോയിട്ടാണ് അദ്ദേഹം അമ്മായി അച്ഛനെ കാണുന്നത്. അപ്പോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ മംഗലാപുര യാത്രയിൽ എത്രമാത്രം നുണ പറഞ്ഞു. മംഗലാപുര യാത്രയിൽ പറഞ്ഞ മറുപടി എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. ആര്യാട് മുഹമ്മദിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിനെ കാണാനെ പോയി, അകന്ന ബന്ധുവിനെ കാണാൻ പോയി എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തുകയാണ്. കേരളത്തിലുള്ളവരെല്ലാം ഇത്രയും മണ്ടന്മാരാണെന്നാണ് ഈ മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പാ അത് അദ്ദേഹം പറയട്ടെ. എന്നിട്ട് അതിന് പത്രക്കാർ ചോദിച്ചോ പറയുക അത് വരാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞാൽ പത്രക്കാരും നാട്ടുകാരും പൊതുജനങ്ങളും ഒന്നും അറിയണ്ട ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെയാണ് താൻ പോയി കാണുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അമ്മായിയച്ഛൻ തന്നെ ഒരു ബിസിനസ് ഗ്രൂപ്പ് ആണോ എന്ന് അദ്ദേഹം പറഞ്ഞാൽ മതി. ആ ബിസിനസ് ഗ്രൂപ്പിനെ കാണാനാണോ അദ്ദേഹം പോയെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഹെലികോപ്റ്റർ പോയാലും പോയില്ലേലും അതിന് പണം അടച്ചേ മതിയാകുന്നത്. ഞാനത് ചോദിക്കട്ടെ, ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നു ശ്രീ മഞ്ജുഷേ, 4 സീറ്റ് ഒഴിവുണ്ട്. അപ്പൊ ചെന്ന് പറയുകയാണ് എന്തായാലും 4 സീറ്റ് ഒഴിവുണ്ടല്ലോ, ഒരാളോട് അതിന് കയറിയിരിക്കണ്ട, പൈസ വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അല്ല, ഇത് ശരിയാണ് കേട്ടോ. കാരണം 80 ലക്ഷം രൂപ ഓരോ മാസവും കൊടുക്കണം. 25 മണിക്കൂർ ഫ്രീ ആണ്. 25 മണിക്കൂറിന് ശേഷമാണെങ്കിൽ കൂടുതൽ പൈസയും കൊടുക്കണം. അപ്പോൾ വെറുതെ ഒരു ഹെലികോപ്റ്റർ കിടക്കുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ കിടക്കുന്നത്? അത് കരാറുണ്ടാക്കിയത് പിണറായി സർക്കാരാണ്. അതെ, പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാങ്ങിച്ചപ്പോ ഇന്ന് അദ്ദേഹം വേറൊരു നുണ കൂടി പറഞ്ഞു. നമുക്കൊരു വിഷമമുണ്ട്, മുഖ്യമന്ത്രി നുണ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ഞങ്ങൾക്കൊക്കെ കുറച്ചു ദിവസം അതുണ്ടായിരുന്നു. ഇപ്പൊ ആ വിഷമമില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങ് തുറന്നു പറയുക. അതായത് പിണറായി വിജയൻ ഹെലികോപ്റ്റർ എടുക്കുമ്പോൾ ആ ഹെലികോപ്റ്റർ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തി. ആ ഹെലികോപ്റ്റർ അവയവം കൊണ്ടുപോകാൻ, എത്ര അവയവം കൊണ്ടുപോയി എന്നുള്ളത് 7 മനുഷ്യരെ അതിന്റെ പേരിൽ രക്ഷിച്ച ഹെലികോപ്റ്ററാണത്. 7 പേർക്ക് അവയവമായിട്ട് അത് എയർ ട്രാൻസ്പോർട്ടേഷൻ നടത്തി എന്നുള്ളത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അപ്പോ എയർ ട്രാൻസ്പോർട്ടിങ് നടത്തി ഈ അവയവം കൊണ്ടുപോയി. പിണറായി വിജയൻ അവയവം കൊണ്ടുപോകാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെങ്കിൽ വി ഡി സതീശൻ അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചായിരുന്നു. പാർട്ടി സമ്മേളനത്തിന് പോകാനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു. തെറ്റാണ്. പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചില്ല. ഇടുക്കി ജില്ലയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് കേന്ദ്ര സംഘത്തിന്റെ മിന്നൽ സന്ദർശനം അദ്ദേഹത്തെ അറിയിക്കുന്നത്. കേന്ദ്ര സംഘത്തെ കാണാനാണ് അദ്ദേഹം പോയത്. അതിന്റെ രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതല്ലാതെ പാർട്ടി സമ്മേളനത്തിന് ഉപയോഗിച്ചു എന്ന് അന്ന് ചില മാധ്യമങ്ങൾ, വി ഡി സതീശന് വേണ്ടി പ്രവർത്തിച്ച ചില മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ്. അത് തെറ്റാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നിപ്പോ അന്ന് പാർട്ടി സമ്മേളനത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ 6 കോളം വാർത്ത എഴുതിയ വരുന്ന എന്താ? അമ്മായിയച്ഛനെ കാണാൻ പോയതിന്റെ വാർത്ത വരാത്തതിന്റെ കാരണം എന്താ? അപ്പൊ തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ എം രോഹിത്, ഇതിനുള്ള മറുപടി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്, ഒന്ന് ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നില്ല കൊച്ചിയിലേക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയത് സ്വകാര്യ സന്ദർശനമായിരുന്നില്ല, അത് നിക്ഷേപകരെ കാണുന്നതിന് വേണ്ടിയായിരുന്നു. രണ്ടാമത്തേത് പിറ്റേ ദിവസത്തെ വിരുന്നിനെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ സമയത്ത് എല്ലാ ഏകോപനവും നടത്തുന്നുണ്ടായിരുന്നു, ഫോണിലൂടെ ജില്ലാ കളക്ടർമാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഫോൺ എപ്പോഴും കയ്യിലുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായിട്ട് ഓരോ കാര്യവും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ, അത് 3 മണിയായി,
അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് അവകാശമില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രീ പി കെ ഗോപൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, മുഖ്യമന്ത്രി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന്. അല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു മുന്നണി അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജനസ്വീകാര്യത തിരിച്ചു ലഭിക്കാൻ പറ്റും, അതിനുവേണ്ടി എന്തെല്ലാം പ്രചരണം നടത്താൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റും, എന്തെല്ലാം വിവാദം ഉണ്ടാക്കും, തൊടുന്നതിനെ മുഴുവൻ വിവാദമാക്കുന്ന മുന്നണിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ്. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോയാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രി സഞ്ചരിച്ചാൽ അത് വിവാദമാക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിവാദമാക്കുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സർക്കാരിനെ വിമർശിക്കാൻ കഴിയുന്നില്ല. പക്ഷേ രോഹിത്, ഈ സമയം കൂടി നോക്കണം കേട്ടോ. ഔചിത്യത്തിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു കേരളം. അതിൽ തിരുവനന്തപുരവും കൊല്ലവും ഒഴിച്ച് ബാക്കി ജില്ലകളിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങോട്ട് അത്രയ്ക്ക് ബാധിച്ചില്ല. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, മലപ്പുറം, ഇവിടെയൊക്കെ ജനജീവിതം സ്തംഭിച്ച അവസ്ഥ, ജീവനുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയും. ഇത്ര അടിയന്തരമായ നിക്ഷേപം കൊണ്ടുവരാനായിരുന്നുവെങ്കിൽ അത് ആരായിരുന്നു എന്തെങ്കിലും അദ്ദേഹത്തിന് വെളിപ്പെടുത്താമായിരുന്നു, അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് വേണ്ടി. അതുപോലെ ഇത്ര ധൃതിപ്പെട്ട് മലപ്പുറത്ത് പോയി അദ്ദേഹം ഈ വിരുന്നിൽ പങ്കെടുക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് പോയത് എന്ന് പറയുക, ചിത്രം വിട്ടതിന് വിമർശനം ഉന്നയിച്ചവർക്ക് നേരെ ആക്ഷേപം ചൊരിയുക, ഇതല്ലായിരുന്നു. അത് ചിത്രം പുറത്തുവിട്ടത് ആരാണോ ആ സൽക്കാരത്തിന് ആതിഥേയത്വം വഹിച്ചത് അവർ തന്നെയാണ് കേട്ടോ. അവർ തന്നെയാണ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. പിന്നീടാണ് അത് കൂടുതൽ പ്രചാരണം നേടിയതും. അപ്പോൾ അദ്ദേഹം ഈ സമയത്തിൻ്റെ കാര്യം കൂടി മുഖവിലേക്ക് എടുക്കണം. ഏത് സമയത്താണ് അദ്ദേഹം ഈ പ്രവൃത്തികൾ ചെയ്തത് എന്ന്. അല്ല മഞ്ജുഷ്, നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ ഈ മഴക്കെടുതിയും അതോടൊപ്പം തന്നെ പ്രളയം ഉണ്ടായപ്പോ ഈ സർക്കാരിന്റെ ഏത് ഇടപെടലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ എന്ത് വീഴ്ചയാണ് പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പ്രതിപക്ഷം പറയട്ടെ. മഴക്കെടുതി ഉണ്ടായി, പ്രളയം ഉണ്ടായി, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. എനിക്ക് കൃത്യമായി ആധികാരികമായി പറയാൻ പറ്റാവുന്ന രേഖകൾ സർക്കാരിനും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നതിൽ എന്റെ കയ്യിലുണ്ട്. 29-ാം തീയതി, 30-ാം തീയതിയും അതോടൊപ്പം തന്നെ ഈ മാസം 1-ാം തീയതിയും ദുരന്ത നിവാരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ മഴക്കാല കെടുതിയെ സംബന്ധിച്ചും സംഭവിക്കാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംബന്ധിച്ച് കൃത്യമായി കേരളത്തിലെ 14 കളക്ടർമാരുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, സർക്കാരിന്റെ ഏകോപനം കൃത്യമായി നടന്നിട്ടുണ്ട്. റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ AP അനിൽകുമാറിന്റെ നേതൃത്വത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ അലർട്ടാക്കി നിർത്തുന്ന എല്ലാ നിലപാടുകളും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രളയം ഉണ്ടായി, ഏറ്റവും കൂടുതൽ ബാധിച്ചത് റാന്നി ഉൾപ്പെടെ ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശത്തെയാണ്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന MLA-മാരാണ് അവിടെ ഉള്ളത്. ഒന്ന് അബിൻ വർക്കിയും അതുപോലെ തന്നെ പഴകളും അത് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പൂർണ്ണമായും ഇതിന് ഏകോപനത്തിന് വേണ്ടി നിൽക്കുകയാണ്. MLA-മാർ പൂർണ്ണമായി അവരുടെ നിയോജക മണ്ഡലത്തിൽ ഈ പ്രളയം ഉണ്ടായ സമയത്ത് ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും നമ്മൾ കണ്ടതാണ്, നേർചിത്രങ്ങൾ കണ്ടതാണ്, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും അപ്പോൾ അവിടെ ഒരു ഏകോപനത്തിന്റെ അഭാവം ഉണ്ടെന്നുള്ളത് നിഴലിച്ചു നിൽക്കുന്ന ഒന്നുകൂടിയായിരുന്നു. സർക്കാർ ആദ്യം ഈ പ്രളയം നേരിടുന്നതിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രി കറങ്ങാൻ പോയത്. അതാണ് അതിന് ഔചിത്യപൂർവ്വമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി കളക്ടർമാരുമായി സംസാരിക്കുന്നുണ്ടാവാം, ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടാവാം, ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും ഫോണിൽ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു സാന്നിധ്യം തലസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അവലോകനത്തിൽ നേരിട്ട്. ഇതാണ് ചൂണ്ടിക്കാണിച്ചിരുന്ന അപാകത കേട്ടോ. അവിടെയാണ് മുഖ്യമന്ത്രി ഇതിനെ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്നത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ മേലെ എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരു ആക്ഷേപവും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കണം, അദ്ദേഹം യാത്ര ചെയ്യണം, അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ ആരാണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലേ എന്നുള്ള ചോദ്യം ആരാണ് ഉന്നയിച്ചത്? മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലേ എന്നുള്ളത് ആരാണ് ഉന്നയിച്ചത്? ആരും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഈ ദുരൂഹത പരത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപം വരുന്നത്. മഞ്ജുഷ്, നിങ്ങൾ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാരും ആവർത്തിച്ച് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയുടെയും നേതൃത്വത്തിൽ കൃത്യമായ ഏകോപനം കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പരാതി വന്നിട്ടുള്ളത്? ഇപ്പൊ ഇവര് തന്നെ ക്യാമ്പുകളിൽ CPM-ന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിനെ വിമർശിക്കുവാനുള്ള നടത്തിയ നീക്കങ്ങൾ, നാടകങ്ങളൊക്കെ നമ്മൾ കേരളം കണ്ടതാണ്.
ഇപ്പൊ പത്തനംതിട്ടയിൽ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ബോൻസ് ജോസഫ് ഉൾപ്പെടെ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഈ സംഭവ സ്ഥലത്ത് നേരിട്ട് വന്നുകൊണ്ട് അവിടെ ഏകോപനം നടത്തുന്ന കാഴ്ച നമ്മൾ ഗോപൻ അതൊരു ശരിയാണ് കേട്ടോ. അത് അങ്ങനെ ഒരു സ്ത്രീ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ, സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ, അത് ആര് പറയിപ്പിച്ചതാണ് എന്നുള്ള കാര്യവും പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ചെയ്തു. ഗോപൻ അതുണ്ട് കേട്ടോ. അത് CPM നേരെയുള്ള ആക്ഷേപമല്ല, അത് ശരിയാണ്. അല്ല, എനിക്കൊരു മിനിറ്റ് തരാമോ? ക്യാമ്പിലുള്ള അല്ല, എന്റെ അവസരമാണ്. ആ ക്യാമ്പിലുള്ള സ്ത്രീ തന്നെ പറഞ്ഞല്ലോ, വിജിനി എന്ന് പറയുന്ന CPM നേതാവ് വിജിനി മോൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് ആ സ്ത്രീ തന്നെ അപ്പുറത്തേക്ക് ഇവർക്ക് ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥതയില്ല. സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി വിമർശനം ഉന്നയിക്കുകയാണ്. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉച്ചഭക്ഷണം കഴിച്ചാൽ അത് തെറ്റ്. ശരി, ഗോപൻ എന്താണ് അതിനകത്ത് അപ്ഡേഷൻ? എന്താണ്? അല്ല, മഞ്ജുഷിനെങ്കിലും അപ്ഡേഷൻ വേണ്ടേ? അദ്ദേഹത്തിന് വേണ്ട, രോഹിത്തിന് വന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. മഞ്ജുഷ അതെ, ആ വനിത തന്നെ, ആ അമ്മച്ചി തന്നെ ഇന്ന് കൊടുത്ത ബൈറ്റ് അങ്ങ് കണ്ടില്ലേ? അവര് പല്ല് തേച്ചോണ്ട് കൊടുത്ത ബൈറ്റും കൂടി കാണണം. അല്ലല്ല, ഞാൻ അല്ല, എനിക്ക് സമയം തന്നെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. സമയം എടുത്ത് ഞാൻ പറയുന്നില്ല. എനിക്ക് സമയം തന്നാ പറയില്ല. ഗോപൻ പറഞ്ഞോളൂ. ഞാൻ പറയാം. അതായത് ആ അമ്മച്ചി ഇന്ന് രാവിലെ പല്ല് തേച്ചോണ്ടിരിക്കുമ്പോ മറ്റൊരു ചാനലിന് ആ ബൈറ്റ് കൊടുത്തു. മറ്റൊരു ചാനൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ കൈരളിയല്ല കേട്ടോ. അവരും ബൈറ്റ് കൊടുത്തിട്ട് പറയാം, എന്റെ മോള് UDF പഞ്ചായത്തിലെ ജീവനക്കാരിയാ. മോള് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മോള് പറഞ്ഞു, ഒരക്ഷരം ഇനി ഇവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ അമ്മച്ചി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇന്നലെ പറഞ്ഞ കാര്യം എനിക്ക് തോന്നി പറഞ്ഞ കാര്യമാണ്, എന്നെ കൊണ്ട് ആരും പറയിപ്പിച്ചതല്ല. പക്ഷെ എന്റെ മോൾ ഇടപെട്ടിട്ട് അവള് UDF പ്രവർത്തകയാണ്, ഞങ്ങൾ UDF വോട്ടർമാരാണ്, UDF പഞ്ചായത്തിലെ ജീവനക്കാരിയാണ് എന്റെ മോള്, അവൾ എന്നെ വഴക്ക് പറയും. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി 2 മണിക്കാണ് ഉറങ്ങിയത്. ഇന്നലെ ഇച്ചിരി കഞ്ഞിയും പയറും ഉണ്ടാക്കിയിരുന്നു. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ അവരുപയോഗിച്ച വാക്ക്, പെൺപിള്ളേരെല്ലാം കൂടാണ് അത് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പണ്ട് അതല്ലായിരുന്നു, ഇവിടെ ഉത്സവമായിരുന്നു. അവരുപയോഗിച്ച വാക്ക് ഞാൻ പറയാം, ഓണം പോലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. ഈ അപ്ഡേഷൻ മഞ്ജുഷെങ്കിലും എടുത്ത് നോക്കണം. അല്ല, ഓണം പോലെയാണ് ഞങ്ങളുടെ ക്യാമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ കാര്യം. അതാണ് ഇപ്പൊ അവരത് താരതമ്യം ചെയ്തുകൊണ്ട് ആ വനിത പറഞ്ഞതാണ്. അല്ലാതെ അവിടെ പറയിപ്പിച്ചതാണെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇടപെട്ടിട്ട് ആ അമ്മച്ചിയെ കൊണ്ട് ഇങ്ങനെ വിപിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു പറയിച്ചു. അതേ അമ്മച്ചി ഇതൊന്നും അറിയാതെ ഇവർ അങ്ങനെ ഒരു ബൈറ്റ് എടുക്കുന്നതായിട്ടല്ല നിന്നത്. അതാണ് ഇവർക്ക് ഇത് കിട്ടിയത്. രാവിലെ അവർ ബ്രഷ് കയ്യിലുണ്ട്, അവരുടെ പല്ല് തേച്ചോണ്ട് നിൽക്കുകയാണ് അവര്. അപ്പോഴാണ് അവർ ഈ വാർത്തയെല്ലാം പറയുന്നത്. എന്തായാലും ഗോവൻ മറ്റൊരു കാര്യം കേട്ടോ, ഈ പ്രളയത്തെ വലിയ ഈ രാഷ്ട്രീയ തർക്കത്തിന് വേദിയാക്കുകയാണ് ഇപ്പോൾ. പ്രളയത്തിൽ ജനങ്ങൾ ദുരിതത്തിലാണ്. ആ സമയത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അതിന് മറുവാദം ഉന്നയിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതാണ്. ഇത് പൊതുവേ നല്ലൊരു കാര്യമല്ല കേട്ടോ, അതും കൂടി പറയാം. ശ്രീ അഖിൽ, നിങ്ങളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? അവിടെ നേരത്തെ രോഹിത് പറഞ്ഞല്ലോ, ഈ ക്യാമ്പിലെല്ലാം DYFIയുടെയും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ഒരു പാർട്ടിക്കാരുണ്ട്, നല്ല സജീവമായിട്ടാണ്. ശരി അഖിൽ, ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അഖിൽ, ഞങ്ങള് പ്രതിപക്ഷത്ത് ആരും 10 പൈസ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനും പോകുന്നില്ല. ഞങ്ങൾ ക്യാമ്പിൽ എവരേക്കാൾ സജീവമായിട്ട് ഞങ്ങൾ അതിന് നേതൃത്വം കൊടുത്തുണ്ടാവും. പക്ഷെ ഒരു മുഖ്യമന്ത്രി ഈ സമയത്ത് മനുഷ്യൻ ദുരിതക്കയത്തിൽ കിടന്ന് വെള്ളമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഒരു പാരസെറ്റമോൾ ചോദിച്ചുകൊണ്ട് ഇന്നലെ ഒരു വീടിന്റെ മുകളിൽ നിൽക്കുന്നത് നിങ്ങളെ പോലെ ഒരു ചാനലുകാർ കാണിച്ചു. പോകുന്നതിനെ ഞങ്ങൾ വിമർശിച്ചേ, അത് ഞങ്ങൾ വിമർശിക്കും. ശരി അഖിൽ. അല്ല മഞ്ജുഷ, ഞാൻ ഇതിൽ മഞ്ജുഷ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗത്ത് നിന്ന് ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യർ ദുരിതം അനുഭവിച്ച് തൻ്റെ ജീവിതവും ജീവനും എല്ലാം വാരിപ്പിടിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഓടി കയറുന്ന സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കും പ്രസക്തിയില്ല എന്ന് തന്നെയാണ് BJP ഇതിൽ ആദ്യഘട്ടം മുതൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി വ്യക്തമാക്കിയത്. കാരണം മുഴുവൻ ആൾക്കാരും ആ സഹപ്രവർത്തകരായ സഹോദരങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയും അവരുടെ ജീവിതം ഒന്നുകൂടി കരപിടിപ്പിച്ച് കൈപിടിച്ചുയർത്തുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളും സമീപനവും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു നിലപാടായി ഞങ്ങൾക്ക് ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ CPM പ്രതിനിധിയും ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും ജനങ്ങൾക്ക് നൽകുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ CPM പ്രതിനിധി പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ഓണം പോലെയാണ്
ഇതുപോലുണ്ടായിരുന്ന ദുരിതങ്ങളെ എല്ലാം ആഘോഷിച്ചത് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും മേനി നടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് എന്ന് ഇവരുടെ തന്നെ CPM-ന്റെ ഘടകകക്ഷിയുടെ നേതാക്കൾ തന്നെ പറയുന്ന സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം 2026-ലും അതുപോലെ മനുഷ്യനിർമ്മിതമായ പ്രളയത്തിലേക്ക് ഈ കേരളത്തിലെ കൊണ്ടെത്തിച്ച രണ്ട് മുന്നണികളും ഈ നാട്ടിലെ ജനങ്ങളോട് ഒരുപോലെ മാപ്പപേക്ഷിക്കേണ്ടതും സമാധാനം പറയേണ്ട ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഞങ്ങളിതിൽ ചോദിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ വിരുന്നും ഹെലികോപ്റ്റർ ഈ യാത്രയും എല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് മനുഷ്യനെ വിലയിരുത്തുന്നത് മൃഗങ്ങളിൽ നിന്നും വിവേകമുണ്ടെന്നും വിചാരമുണ്ടെന്നും ഒക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ എന്ന തരത്തിൽ പറയുന്നത്. ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണോ എന്ന ചോദ്യമാണ് BJPയും യുവമോർച്ചയും ചോദിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ 29-ാം തീയതിയും 30-ാം തീയതിയും 1-ാം തീയതിയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ തന്നെ ആ റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ആ മനുഷ്യന് തൻ്റെ സംസ്ഥാനത്ത് താൻ നേതൃത്വം നൽകുന്ന താൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു സംസ്ഥാനത്ത് തങ്ങളുടെ ജനങ്ങൾ എൻ്റെ ജനങ്ങൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് പറന്നു പോകാൻ സാധിക്കുന്നത്? നിക്ഷേപകരെ കാണാനാണ് പോയതെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഞാൻ ചോദിക്കുന്നത് മനുഷ്യനും മണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ നിക്ഷേപങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഏതെങ്കിലും രാജ്യത്തിരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തുള്ള നിക്ഷേപകരെ നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് നിക്ഷേപം നടത്താൻ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ നാട്ടിൽ മനുഷ്യരുണ്ടാകണം. ആ നിക്ഷേപങ്ങൾ സ്ഥാപിക്കാൻ ഈ നാട്ടിൽ ഭൂമിയും ഉണ്ടാകണം. ആ ഭൂമിയും മനുഷ്യരും ഇല്ലാതെയാക്കിയുള്ള എന്ത് നിക്ഷേപം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പോകുന്നത്? അത് ഒന്നാമത്തെ കള്ളമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. 2, മുഖ്യമന്ത്രി ആഹാരം കഴിച്ചതോ അതല്ലെങ്കിൽ 3 മണിക്ക് കഴിച്ചതോ വിഭവസമൃദ്ധമായ മട്ടൻ സൂപ്പ് കഴിച്ചതോ മട്ടൻ ബിരിയാണി കഴിച്ചതോ അല്ല ഞങ്ങൾ പ്രശ്നമായി പറയുന്നത്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടേ തൻ്റെ ക്യാമ്പുകളിലേക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാകുമല്ലോ. അതിൽ മനുഷ്യർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ക്യാമ്പുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, ഞങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് മനുഷ്യർ പറയുന്നു. എന്തിന് ഈ പറയുന്ന നേരത്തെ രോഹിത് പറഞ്ഞതുപോലെ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന MLA ആണല്ലോ ആറന്മുളയിലുള്ളത്. ആറന്മുളയിലെ MLA സർക്കാർ കുറച്ചുകൂടി കരുതലോടെ കരുത്തോടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വാവിട്ട് വിളിച്ച ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്താണ് നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഔചിത്യം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതും പോട്ടെ, ഞങ്ങൾ ഒരു മനുഷ്യരല്ലേ, ഭക്ഷണം കഴിക്കണം, മുഖ്യമന്ത്രി നല്ല ആരോഗ്യത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കണം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മൂന്നാമത്തെ പരിപാടി എന്താണ്? സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം നടത്താൻ എറണാകുളത്തെ MP-യോടൊപ്പം നാടമുറിക്കുമ്പോൾ എങ്ങനെയാണ് ആ മനുഷ്യൻ ആ നാടമുറിച്ച് ചിരിച്ചു നിൽക്കാൻ കഴിയുന്നതെന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സർക്കാരിൻ്റെയോ കോൺഗ്രസിൻ്റെ വക്താവായിട്ടോ എൻ്റെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ രോഹിത് ആ ചിത്രം എടുത്തു വെച്ചിട്ട് രോഹിത് ഒന്ന് മനസ്സിലാക്കണ്ടേ, ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന ഔദ്യോഗിക സ്വഭാവമുള്ളവയായിരുന്നില്ല, സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു, ഉദ്ഘാടനങ്ങളായിരുന്നു, സ്വകാര്യ അതായിരുന്നു മഞ്ജുഷ ഞാനും പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര അത് നിക്ഷേപകരെ കാണാനാണെന്ന് മുഖ്യമന്ത്രി വന്നു എങ്കിൽ ഏത് നിക്ഷേപകരാണ്, ഏത് കമ്പനിക്കാരാണ്, ഏത് സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണ്, ഏത് രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയോട് ഈ നാട്ടിൽ അങ്ങനെ ഒളിച്ചു കിടത്തുന്ന കാര്യം അറിയാത്ത മയക്കുമരുന്നൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി കച്ചവടം നടത്താൻ പോകുന്നത്. എന്ത് നിക്ഷേപമായാലും ബിസിനസ് അല്ലേ? ആ ബിസിനസ് എന്താണ്? അത് മുഖ്യമന്ത്രി നടത്തിയ ബിസിനസ്സാണോ, മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവർക്ക് നടത്തിയ ബിസിനസ്സാണോ എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് പറയാൻ ബാധ്യത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ലേ? മുഖ്യമന്ത്രി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഹാരം കഴിച്ചത് 3 മണിക്കല്ല 5 മണിക്കായാലും മുഖ്യമന്ത്രി നല്ല ഭക്ഷണം കഴിച്ചോട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ അധിപൻ എന്ന നിലക്ക് ആ സംസ്ഥാനത്തുള്ള ജനങ്ങൾ ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ആലപ്പുഴയിലും മാത്രമല്ല കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴയുടെ കെടുതി അനുഭവിക്കുന്നുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും മഴ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണശിലാ കേന്ദ്രത്തിനു താഴെ മഴ നനഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ, LP UP ടീച്ചർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ടീച്ചർമാരൊക്കെ ഈ മഴ നനഞ്ഞു പട്ടിണി കിടക്കുന്നു, നിരാഹാരം കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരെ ഒന്നും കാണാൻ സമയമില്ലാതെ, അവരെ ഒന്നും കാണാനുള്ള കണ്ണില്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിലാണ് നമ്മൾ പറയുന്നത്. 2 ദിവസത്തെ ഷെഡ്യൂൾ നോക്കിയാലും ഔദ്യോഗിക സ്വഭാവമുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമായ ഒരു ചടങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ഈ നിക്ഷേപകരെ കാണാൻ വേണ്ടിയാണ് അടിയന്തരമായി തിരുവനന്തപുരത്ത് നിന്ന്
കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ പോയത്. അതും ഹെലികോപ്റ്റർ പലതവണ മുടങ്ങുകയുണ്ടായി, ലാൻഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും ഔദ്യോഗിക സ്വഭാവമുള്ളതായിരുന്നില്ല, എല്ലാം സ്വകാര്യ ചടങ്ങുകൾ മാത്രമായിരുന്നു. ഒരു ജുവലറിയുടെ ഉദ്ഘാടനം പോലും അതിലുണ്ടായിരുന്നു. ശ്രീ രോഹിത്, ഏത് സമയമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തതെന്ന് ഓർക്കണം. ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത ഒന്നും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മഞ്ജുഷ്, ഒന്നാമത് ഈ ചർച്ചയ്ക്കകത്ത് ഇടയിൽ കയറി ഇടപെടുന്നത് അവസാനിപ്പിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി നിലയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു അവസരം നൽകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. ആദ്യം മഞ്ജുഷ് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് സർക്കാരിനെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനാണ് നിങ്ങൾ മുൻവിധിയോട് കൂടിയിട്ടാണ് ചർച്ച നടത്തുന്നത്, അങ്ങനെ മുന്നോട്ട് പോകാം. അതല്ല, എന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായിട്ടും അവസരം ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാം. ഭരണത്തിലിരിക്കുമ്പോഴായിരിക്കും വിമർശനങ്ങൾ ഉണ്ടാവുക, അപ്പോൾ മറുപടിയും മറുപടി ഉണ്ടാകുമ്പോൾ ഉപചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾക്ക് ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. രോഹിത്, വിമർശന മുനയിൽ നിങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ 316 വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരുണ്ട്. നിങ്ങളെല്ലാവരും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണല്ലോ. എത്ര സ്ഥലത്തു നിന്നാണ് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ല? ഒരുപാടുണ്ട് കേട്ടോ, ബൈറ്റുകളൊക്കെ ഒരുപാട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് ബൈറ്റുണ്ട്, താങ്കളും കേട്ട് കാണുമല്ലോ. ഒരുപാട് എടുത്ത് ബുദ്ധിമുട്ട്. അത് എല്ലാ പ്രളയ സമയത്തും അങ്ങനെ ഉണ്ടാവുന്നതാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രോഹിത് ഒന്നും വേണ്ട. രോഹിത് ഇന്ന് തിരുവല്ലയിലെ ക്യാമ്പിലേക്ക്, മഞ്ജുഷ ഒരു മിനിറ്റ്, രോഹിത് ഇതുകൂടി ചേർത്ത് മറുപടി പറഞ്ഞാൽ മതി. ഇന്ന് തിരുവല്ലയിലെ ക്യാമ്പിലേക്ക് പോയ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ പരാതികൾ, ഈ തിരുവല്ലയിലെ MLA അവിടുത്തെ ക്യാമ്പിലെ ഈ ജനങ്ങൾ പറഞ്ഞ പരാതികളെ പറ്റി രോഹിത് കേട്ടിട്ടുണ്ടോ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രമേശ് ചെന്നിത്തലയോട് ഞാൻ 2 ദിവസത്തെ പൂർണ്ണമായ പരിപാടികളും റദ്ദ് ചെയ്ത് ഞാൻ ഈ ജില്ലകളിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ ബൈറ്റുണ്ട്. രോഹിത്തെ, ഇതൊന്നും രോഹിത് കേൾക്കുന്നില്ലേ? ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 316 ക്യാമ്പുകളിലേക്ക് ജനങ്ങൾ എല്ലാവരും ഇത് പറയുന്നുണ്ടെന്ന്. ശ്രീ മഞ്ജുഷ്, കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് ആക്ട് ചെയ്യേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതാ സൂചിപ്പിച്ചത്. റാന്നിയിലെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് റാന്നി, ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശത്താണ്. അവിടെ എല്ലാം തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന MLA-മാർ എന്ന നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ നിന്ന് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കൊടുത്തിരിക്കുകയാണ്. മോൻസ് ജോസഫ് ഉൾപ്പെടെ, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള മുഴുവൻ മന്ത്രിമാരും, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും ഈ ദുരന്തമുണ്ടായ സ്ഥലത്തെല്ലാം നേരിൽ പോയി കണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ധനസഹായം, അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട 8 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് പ്രഖ്യാപിച്ചു. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾക്ക് 12 ലക്ഷം കൊടുക്കുന്ന ധനസഹായം ഇന്ന് പ്രഖ്യാപിച്ചു സർക്കാർ. അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് 8 ലക്ഷം മാറ്റി ഉയർത്തുന്ന പ്രഖ്യാപനം ഉണ്ടായി. അങ്ങനെ ദുരിതബാധിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഗോപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 2018 മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ഗോപന്റെ പാർട്ടിക്കും അന്നത്തെ സർക്കാരിനുമാണ്. കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ഉൾപ്പെടെയുള്ള ആളുകൾ, CAG-യുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട്. വളരെ കൃത്യമായി ഡാം മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥയുടെ ഭാഗമായിട്ടാണ് 2018 ഇത്തരമൊരു ദുരന്തം ഉണ്ടായതെന്ന് ഹൈക്കോടതി പോലും വിലയിരുത്തുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2018 ഈ പത്തനംതിട്ടയിൽ റാന്നി ഉൾപ്പെടെ, ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലത്ത് 30 മനുഷ്യരാണ് മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. 150 പരം വരുന്ന കോടി നഷ്ടം വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായി. 1000-ഓളം വരുന്ന വീടുകൾ ഉപയോഗശൂന്യമാകുന്ന സ്ഥിതി ഉണ്ടായി. അതിനൊക്കെ കാരണക്കാരായത് കഴിഞ്ഞ LDF സർക്കാരായിരുന്നു എന്നും കൂടി ശ്രീ ഗോപൻ മനസ്സിലാക്കണം. അപ്പൊ അന്നൊന്നും ഇത് ചെയ്യാതെ, അന്നൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയത്തിന് നേതൃത്വം കൊടുത്ത ആളുകള് ഇന്ന് ഈ ഗവൺമെന്റ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് വിമർശിക്കാൻ വേണ്ടി മാത്രം വരിക. ഇപ്പൊ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ യാത്രകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് അറിയാം, മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. ഇവിടെ തൃശ്ശൂരിലെ ജില്ലാ സമ്മേളനത്തിന്
സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിന് പോയ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ, പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ഉപയോഗിച്ചത് ഹെലികോപ്റ്ററാണ്. അവസാനം ആ പണം തിരിച്ചടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഗോപൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഗോപൻ പറയുന്നത്. ഞങ്ങൾ വിശദീകരണം നൽകിയതാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റുള്ളൂ. SDRF-ന്റെ തുക വക മാറ്റിക്കൊണ്ട് 8 ലക്ഷം രൂപ അതിൽ നിന്ന് എടുത്ത് അവസാനം അത് പിടിക്കപ്പെട്ടപ്പോൾ, അത് വിവാദമായപ്പോ CPM-ന്റെ ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞു ഞങ്ങൾ അത് തിരിച്ചടച്ചോളാമെന്ന്. ഓക്കി ദുരന്ത മേഖലയിൽ നിന്ന് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിന് പോകുന്നത് ഇതേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അന്നൊന്നും ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു വിമർശനവും ഇല്ല. ഇന്ന് മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിന് മറ്റൊരു തരത്തിലുള്ള നിറം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാൻ പോവുകയാണ്, സ്വകാര്യ സന്ദർശനത്താണെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പക്ഷേ ഈ വന്ദേ ഭാരത് കഥ നമുക്കത് അത്രമാത്രം അങ്ങ് ദഹിക്കുന്ന ഒരു കാര്യമല്ല. വന്ദേ ഭാരതിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരമാണ് ഈ ഇൻവെസ്റ്റർ, അതൊരു അജ്ഞാത ഇൻവെസ്റ്റർ ആണല്ലോ, ആരാണ് ആ നിക്ഷേപകൻ എന്ന് അദ്ദേഹം പറയുന്നില്ല. അവിടെ കാത്തിരിക്കുന്നു. അവർക്ക് രാത്രി ഒരു ഡിന്നർ മീറ്റ് ഉണ്ട്, അതിൽ പങ്കെടുക്കേണ്ടി വരും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഹെലികോപ്റ്റർ എടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഒരു കഥയുണ്ട്. ആ കഥ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, എന്റെ സന്ദർശനങ്ങൾ അത് മാധ്യമങ്ങൾക്ക് ലഭ്യമാണല്ലോ. കേരളത്തിലെ പൊതുജനത്തിന് മുഖ്യമന്ത്രിയുടെ യാത്രയെ സംബന്ധിച്ച് അദ്ദേഹം ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് മറ്റു പരിപാടികളിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് ഉള്ള സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിലേക്ക് പോയിരിക്കും. അങ്ങനെയല്ലോ കേട്ടോ, അദ്ദേഹം കാറിലാണ് അദ്ദേഹം ആലുവയിലേക്ക് പോയത്. ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഭാര്യാപിതാവിനെ കാണാൻ പോയെന്നല്ല. അല്ല, അതിന് തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അദ്ദേഹം കാറിൽ സഞ്ചരിച്ച് അവിടുത്തെ ഔദ്യോഗിക പരിപാടികളും സ്വകാര്യ സന്ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതാ മുഖ്യമന്ത്രി ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന നറേറ്റീവ് ഉണ്ടാക്കുമ്പോ അത് ശരിയല്ലെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൂടുതൽ വ്യക്തമായിട്ടുണ്ടല്ലോ. ഒരു ഇൻവെസ്റ്ററെ കാണാനാണ്. ആരാണ് ഇൻവെസ്റ്ററോ ഇൻവെസ്റ്റേഴ്സോ അങ്ങനെ കാണാൻ, ഒരു കൂട്ടാളുകളാണെങ്കിൽ അങ്ങനെ കാണാൻ പോയതാണ്. നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരിക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. ഗോപൻ, അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഹെലികോപ്റ്ററിന്റെ കരാറൊക്കെ നിങ്ങളുടെ കാലത്തുണ്ടായതാണ്. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതിനെ ഇവിടെ രോഹിത് അത് എതിർത്തിട്ടുണ്ട്. അന്ന് പാർട്ടി സമ്മേളനത്തിൽ തന്നെയാണ് പോയത്. പാർട്ടി തന്നെ സമ്മതിച്ചതുമാണ് അക്കാര്യം. പണം അടച്ചോളാമെന്ന് പറഞ്ഞ് ഏറ്റതുമാണ്. മഞ്ജുഷ, രോഹിത് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. നിങ്ങളത് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം വളരെ കൃത്യമായി കേരളത്തിൽ രേഖയുള്ളതാണ്. ഇത് തൃശ്ശൂർ സമ്മേളനമൊന്നുമല്ല. മുഖ്യമന്ത്രി ഇടുക്കി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അടിയന്തരമായിട്ട് ചെല്ലാൻ കേന്ദ്ര സംഘം മിന്നൽ പര്യടനം എന്നാണ് അതിന് പറഞ്ഞത്. കേന്ദ്ര സംഘം അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് കേന്ദ്ര സംഘം എത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇടുക്കി നിൽക്കുകയാണ് എന്ന ആക്ഷേപം വന്നാൽ എങ്ങനെ നേരിടും അതിനെ? അതിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് കഥ പോലെയാണല്ലോ അതും. അല്ല, അതൊരു ശരിയായ വിശകലനമല്ലല്ലോ മഞ്ജുഷയെ. മഞ്ജുഷിന്റെ കസേര മാറിയിരിക്കുന്നതായിരിക്കും നല്ല കേട്ടോ. കാരണം കേന്ദ്ര സംഘം ഇൻവെസ്റ്റ്മെന്റ് കഥയും വിശ്വസിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്താം. എന്ത് വേണോ നിങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ടാണ്. ഇല്ല, അത് നിർത്തിയാട്ടെ, ഞാൻ നിർത്തി. പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അല്ല, അത് ശരിയായ ഒരു ഏർപ്പാടല്ലല്ലോ. കാരണം പേരും ഊരുമില്ലാത്ത ഒരു ഗ്രൂപ്പുകാരെ കാണാൻ പോയി എന്ന് പറയുന്നതും യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു സെറ്റ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടത്തില്ലേ സർ? 2018 പ്രളയത്തിൽ തിരുവനന്തപുരത്ത് മിന്നൽ സംഘം ഇടുക്കിയിൽ CPM-ന്റെ സമ്മേളനം നടന്ന ഡേറ്റ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് കേന്ദ്ര സംഘത്തെ കാണാൻ വന്ന ഡേറ്റ് എടുത്ത് ഈ കേന്ദ്ര സംഘം യാഥാർത്ഥ്യമല്ലേ? അത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ കാണാൻ പോയതുപോലാണോ? അതിനെ നിങ്ങൾ സമീകരിക്കുന്നതിന്റെ ലോജിക്ക് എന്താ? ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി സംഘം തിരുവനന്തപുരത്ത് വന്നോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾക്ക് നാളെ ഒരു 10 മിനിറ്റ് ചെലവഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന് ചെലവഴിച്ചാൽ മതി, കിട്ടും. ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ നിങ്ങൾ എവിടെ പോയി തപ്പും? ഏത് ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ്? ആരാന്റെ ലീഡർ? അപ്പോൾ ഗ്രൂപ്പാ? ജില്ലാ കമ്മിറ്റി പണം തിരിച്ചടച്ചോളാം എന്ന് പറഞ്ഞത് തെറ്റാണെന്നാണോ, ഫേക്ക് ആണെന്നാണോ? അതാ പറഞ്ഞേ, അത് തെറ്റായി വ്യാഖ്യാനിച്ചപ്പോഴാ പറഞ്ഞേ. ഞങ്ങൾ അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ആ പണം ഞങ്ങൾ അടയ്ക്കാവുന്ന പറഞ്ഞേ. മിസ്യൂസ് ചെയ്തെന്ന് ആരും തെളിയിച്ചില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം, ഈ 2018 പ്രളയം എന്താ മഞ്ജുഷേ? CPM കേരളം ഭരിക്കുമ്പോൾ പ്രളയം ഉണ്ടായാൽ അത് മനുഷ്യനിർമ്മിത പ്രളയം. കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോൾ പ്രളയം ഉണ്ടായാൽ അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണത്. നിങ്ങൾ ഇടുമ്പോൾ അത് ബർമുടയും ഞങ്ങൾ ഇടുമ്പോൾ അത് ഇന്നർവെയറും ആയി മാറുന്നത് എങ്ങനെയാ? അതിന്റെ ലോജിക്ക് എന്താ?
2050 പരം ഗേറ്റുകളുണ്ട് കേരളത്തിൽ ഡാമുകൾ തുറക്കാൻ, 50 പരം. 1924 പ്രളയത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കേരളം കണ്ട പ്രളയം, ആ പ്രളയത്തെ കുറിച്ചാണ് മനുഷ്യനിർമ്മിതം എന്ന് പറയുന്നത്. ഇവിടെ BJP-യുടെ സുഹൃത്തും പറഞ്ഞു. BJP-യുടെ സുഹൃത്തിന് ഞാൻ നല്ല ഒരു അവസരം തരാം അതിന്. ഇവിടെ കേരളം സന്ദർശിച്ച സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അത് പിണറായിയുടെ കീഴിലല്ലോ, സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ പ്രളയത്തെ കുറിച്ച് വിലയിരുത്തിയത് മനുഷ്യനിർമ്മിത പ്രളയം എന്നല്ല. ഇനി രോഹിത് പറഞ്ഞ കാര്യം, ഹൈക്കോടതി അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കൊടുത്തു എന്ന്. ആ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെ ഹൈക്കോടതി റിജക്ട് ചെയ്തു രോഹിത്തെ. അത് മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് ഹൈക്കോടതിയിൽ ഇവർ റിപ്പോർട്ട് കൊടുത്തപ്പോ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞു ഹൈക്കോടതി. ഇതാണ് യാഥാർത്ഥ്യം. ഇനി അങ്ങ് ചോദിച്ചു എന്താ കുറവെന്ന് ചോദിച്ചു. ഈ മൂഴിയാർ അണ തുറന്നത് ആരെങ്കിലും അറിയിച്ചായിരുന്നോ രോഹിത്തെ? മൂഴിയാർ അണക്കെട്ട് തുറന്നത് ആളുകളെ അറിയിക്കാത്തത് കൊണ്ടാണ് ആറന്മുള ഉൾപ്പെടെ ഉള്ള പ്രദേശത്ത് ഗുരുതരമായ പ്രളയം ഈ വ്യാപാരി വ്യവസായികൾക്ക് നേരിടാൻ അവർക്ക് കഴിയാതെ പോയതിന്റെ കാരണവത, അവർക്ക് സാധനങ്ങൾ മാറ്റാൻ കഴിയാതെ പോയതിന്റെ കാര്യവത. ഇനി ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ, ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ചാനലുകളിൽ ഒന്ന്, അവര് പറഞ്ഞത്, അവരുടെ പ്രതിനിധി നേരിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഈ വള്ളത്തിൽ കൂടെ പോകുമ്പോ വീടുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു പാരസെറ്റമോൾ ചോദിച്ച് കെഞ്ചുന്നു, ഞങ്ങൾ ഒരു കുപ്പി വെള്ളം ചോദിച്ച് കെഞ്ചുന്നു, ഞങ്ങൾ ഇന്നലെ കണ്ട കാഴ്ചയാണ് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് നേരിട്ട് അനുഭവം പറയാം. ഞാൻ മിനിഞ്ഞാന്ന് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ മേഖലയിൽ കൂടെ എനിക്ക് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോകേണ്ടി വന്നു. ഈ പത്തനംതിട്ട ആ പ്രദേശത്ത് കൂടി ഞാനൊരു 6-7 സ്ഥലത്ത് തിരിഞ്ഞു മറിഞ്ഞു പോയെ. എന്റെ മഞ്ജുഷെ, ഒരു പോലീസുകാരനെ, ഒരു ഫയർ റെസ്ക്യൂക്കാരനെ ആ പ്രദേശത്ത് കണ്ടില്ല. ജനങ്ങൾ ഇറങ്ങി നിന്നുകൊണ്ട് മരം വെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ 35 ലക്ഷം പേരെ 12,253 ക്യാമ്പിൽ പാർപ്പിച്ചൊരു സർക്കാരാണ് കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത്. 35 ലക്ഷം ആളുകളെ. അതെങ്ങനെയാ ക്യാമ്പ് കൈകാര്യം ചെയ്യുന്നുള്ളത് ആ മറ്റേ വനിത ഇന്ന് രാവിലെ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞത്. ആ ക്യാമ്പ് എങ്ങനെയായിരുന്നു, ഓണം പോലെ ആ ക്യാമ്പ് കൊണ്ടു നടന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. അവിടെ നിന്നുകൊണ്ട് നോക്കിയേ, ഇപ്പോ രോഹിത് പറയുകയാണ് ഇവർക്ക് നഷ്ടപ്പെട്ട ജനപ്രീതി പിടിച്ചു പറ്റാനാണ് ഇവർ ഈ പറയുന്നത്. ശ്രീ രോഹിത്തെ, 90 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്ന LDF-ന്റെ 2ാം വട്ടം കേരളത്തിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടോ? 99 സീറ്റ് കൊടുത്തത് ക്രൈസിസ് മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ LDF കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കേണ്ടത്, സുനാമി ദുരന്ത കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി സാറ് 2ാം ഗവൺമെന്റ് വരാതിരുന്നതിന്റെ കാരണം സുനാമി കൈകാര്യം ചെയ്തതിലെ പരാജയമാണ്. ഗുജറാത്ത് കച്ച് ദുരന്തം കൈകാര്യം ചെയ്യുന്നതിലെ പരാജയമാണ് BJP നേതാവായ കേശുഭായ് പട്ടേലിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതെങ്കിൽ ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം അധികാരത്തിലിരിക്കുമ്പോൾ ഗുരുതരമായ ഒരു പ്രളയം ഉണ്ടായി. നിങ്ങൾക്ക് തിരുവഞ്ചൂരിന്റെ വാചകം ഓർമ്മയുണ്ടല്ലോ, പ്രളയം ഇനിയും വരും, കാലം ഇനിയും വരും, വിഷു വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂ വരും, കായ് വരും എന്ന് കക്കാട് പാടിയതുപോലെ തിരുവഞ്ചൂര് പറഞ്ഞത് എന്താണെന്നറിയോ? ഇനിയും പ്രളയം വരും, അതുകൊണ്ട് ഗവൺമെന്റ് താഴെ പോകുമെന്ന. പക്ഷെ ആ പ്രളയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയിലും BJP അനുഭാവികളിൽ പെട്ടവർ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് അഖിൽ, ഈ മാനേജ്മെന്റ് കൈകാര്യം ചെയ്ത് LDF-ന് 2018 പ്രളയം കൈകാര്യം ചെയ്തതിൽ മേനി പറയുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ UDF പരാജയം എന്നാണോ, അങ്ങനെയാണോ BJP-യുടെ വിലയിരുത്തൽ? അല്ല മഞ്ജുഷ, ഒരു കാര്യത്തിൽ ഒരു മറുപടി പറയാം. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് BJP-യോ അല്ലെങ്കിൽ BJP-യുടെ ഭരണത്തിലുള്ള വാട്ടർ റിസോഴ്സ് അതോറിറ്റി ഒന്നും അല്ല പറഞ്ഞത്. നിങ്ങളുടെ മന്ത്രിസഭയിൽ കൂടെ ഇരുന്ന ജനതാദളിൻ്റെ നേതാവായ കൃഷ്ണൻകുട്ടി നടത്തിയ ഫോൺ സംഭാഷണമാണ്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ചിലപ്പോൾ PK ഗോപൻ അത് കേൾക്കാതെ പോയത് എൻ്റെ തെറ്റല്ല, ഞാൻ അത് അവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഇപ്പോൾ ഒരു സർക്കാരിന്റെ പരാജയം കൊണ്ടാണല്ലോ മറ്റൊരു സർക്കാരിന്, ഞാൻ പറയട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ സഖാവേ, ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് ഈ പോയിട്ടില്ല എന്ന് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയല്ലേ പറഞ്ഞ, ഞാൻ കാശടച്ചോളാന്ന്, ഞാൻ കാശടച്ചാന്ന്, അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ന്യായീകരണം വേണ്ടാന്ന്, നിങ്ങളുടെ ന്യായീകരണം കേൾക്കാനല്ല, ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നില്ലല്ലോ. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് ന്യൂസ് 8 പോലുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമത്തിനോട് കൂടെ ഒപ്പം സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് 2018 മനുഷ്യനിർമ്മിതമായ പ്രളയമാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂടെയുള്ള മന്ത്രിയാണ്. നിങ്ങൾക്ക് മന്ത്രിയെ പോലും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ PM ശ്രീ നടപ്പിലാക്കുന്ന നേരത്ത് നിങ്ങളുടെ ഘടകകക്ഷിയായ 4 മന്ത്രിമാരെ മുഖവിലയ്ക്ക് എടുക്കാതെ, ഒരു ഘടകകക്ഷിയെ മുഖവിലയ്ക്ക് എടുക്കാതെ നിങ്ങൾ പോയി ധാരണാപത്രം ഒപ്പിട്ടതൊക്കെ. നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ പറയട്ടെ.
ഞാൻ പറയുന്നത് മഞ്ജുഷേ, ഒരു സർക്കാർ പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ ആ സർക്കാർ ഈ നാട്ടിൽ കൊള്ളരായ്മ കാണിച്ചു എന്ന് ജനം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സർക്കാരിനെ തെരഞ്ഞെടുത്തത്. ആ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പുതിയ സർക്കാരിന് നേതൃത്വം നൽകിയ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് പുതിയ യാത്ര നടത്തുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ ഞാൻ എൻ്റെ പൊന്നു ഗോവ സാറെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇടപെടല്ലേ, നിങ്ങൾക്ക് പറയാനുള്ള സമയത്ത് നിങ്ങൾ ഇടപെടൂ, നിങ്ങൾ പറയൂ, ഞാൻ പ്രശ്നപ്പെടുത്തുന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. എനിക്കതിൽ പറയാൻ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ എൻ്റെ സമയത്തിലാണ് സംസാരിക്കുന്നത്, മഞ്ജുഷ് എനിക്ക് അനുവദിച്ച സമയത്താണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ചാരി ഈ സർക്കാർ പരാജയമാണോ എന്നതിനെ പറ്റിയല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ സർക്കാർ ചെയ്യാത്ത ഉത്തരവാദിത്തമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങളൊരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ സർക്കാരിന് പറ്റിയ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും ടേബിളിൽ എല്ലാ ദിവസവും ഇന്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും എല്ലാം തന്നെ റിപ്പോർട്ട് വരുന്നതാണ്. അത് പരിശോധിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ 29-ാം തീയതിയും 28-ാം തീയതിയും 30-ാം തീയതിയും 1-ാം തീയതിയും ഒക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ട മഴയും കടൽ പ്രക്ഷുബ്ധമാകുന്ന തരത്തിലേക്കുള്ള കടൽക്ഷോഭങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും അതിന് മുന്നറിയിപ്പ് നൽകിയിട്ടും അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആ സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നൊരു രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് BJP ഉന്നയിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പോൾ കടലിൽ എത്ര ആൾക്കാരാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇവിടെ തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ പോലും കാണാതായ ആൾക്കാരുടെ മൃതദേഹം പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തേ അതിന് സർക്കാരിന് ഒരു മറുപടി പറയാനില്ലേ? ഇവിടെ ഈ മഴയുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്? അപ്പോൾ രോഹിത് പറയുന്നത് എന്താണ്? 2028 പ്രളയത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 108 പേർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ മരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഞങ്ങളുടെ മരണസംഖ്യ കുറവാണ് എന്ന് താരതമ്യപ്പെടുത്തുന്നത് നിങ്ങൾ മനുഷ്യത്വത്തെ മേൽ നിങ്ങൾ ഈ കാര്യങ്ങളെ നോക്കിക്കാണൂ. ഈ സർക്കാർ മനുഷ്യത്വരഹിതമായിട്ടാണ് പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടെ മന്ത്രിമാർ ക്യാമ്പ് ചെയ്തു, വിഷ്ണുനാഥ് വന്നു, KP അനിൽകുമാർ വന്നു, അനൂപ് ജേക്കബ് വന്നു എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി എവിടെ? ഏത് ദുരിതാശ്വാസ ക്യാമ്പിൽ? 4 ദിവസമായി കേരളത്തിൽ മഴ പെയ്ത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിലരികിലേക്ക് പോകാൻ കഴിയാത്ത മുഖ്യമന്ത്രി എന്തു രാഷ്ട്രീയ ധാർമ്മികതയാണ്, എന്തു വലിയ ഉത്തരവാദിത്തമാണ് കേരളത്തിലെ ജനതയോട് മുമ്പിൽ വെക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിൽ ഇത്രയും അധികം ക്യാമ്പ്, ഇതാ ഇപ്പോൾ 316ഓളം ക്യാമ്പുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക്, ഒരു ക്യാമ്പിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെ സമയം കിട്ടിയില്ലേ? മുഖ്യമന്ത്രിക്ക് ഈ ഹെലികോപ്റ്റർ എടുത്ത് ആരും ഊരും പേരുമില്ലാത്ത, ആരെന്നറിയാത്ത ഈ നിക്ഷേപകരെ അരികിലേക്ക് പോകാൻ സമയമുണ്ട്. യൂത്ത് ലീഗിന്റെ നേതാവിന്റെ അരികിലേക്ക് പോയി മട്ടൻ സൂപ്പ് കഴിക്കാൻ നേരമുണ്ട്. ആരോ വിളിച്ച ആരുടെയോ ജൂവലറി ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ നേരമുണ്ട്. എന്നാൽ തങ്ങൾക്ക് വോട്ട് ചെയ്ത ഇതിലുള്ളത് ആ ക്യാമ്പിൽ 316 ക്യാമ്പുകളിലുള്ളത് BJP-കാരും CPM-കാരും മാത്രമല്ലല്ലോ, അതിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരുമുണ്ട്. അവിടെ ജീവിക്കുന്ന സാധാരണയായ മനുഷ്യരാണ് എന്ന ഒരു ധാർമ്മികത ഏറ്റെടുത്ത്, ആ മനുഷ്യരാണ് എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരരികിലേക്ക് പോകാൻ കളക്ടർമാർ പോയി, അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പോയി. ആ മുഖ്യമന്ത്രി പോകണ്ടേ? അവിടെയാണ് മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. മുഖ്യമന്ത്രി പരാജയപ്പെട്ടു. ഈ ദുരന്തത്തിൽ നിന്നും കേരളം അനുഭവിച്ച ഈ ദുരന്തത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ചുയർത്താൻ, കൈപിടിച്ച് നിവർത്തി നിർത്താൻ, കേരളത്തെ കൈത്താങ്ങോടെ നിർത്താൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ശരി രോഹിത്. ഇവിടെ BJP-യുടെ നേതാവ് മനുഷ്യത്വത്തെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നു 3 വർഷക്കാലം മുമ്പേ. അവിടെ 100 കണക്കിന് വരുന്ന ആളുകൾ മരണപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിരുന്നല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ആ സ്ഥലത്ത് വന്നല്ലോ, ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കണ്ടല്ലോ. അദ്ദേഹം എന്ത് നിലപാടാണ് ആ മനുഷ്യരോട് കാണിച്ചിട്ടുള്ളത്? മരണപ്പെട്ടു പോയ ആളുകളോട് ഈ നരേന്ദ്രമോദി എന്ത് മനുഷ്യത്വപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു വിഹിതം പോലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാത്ത നരേന്ദ്രമോദിയും അവരുടെ പാർട്ടിയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രതിയായിട്ട് വന്നിരിക്കുന്ന ഒരു BJP സാറേ, കേരളത്തിന്റെ നിയമസഭയിൽ, എന്റെ പൊന്നു രോഹിത്തെ, കേരളത്തിന്റെ നിയമസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ രേഖയുണ്ട്. നിങ്ങൾ അതെടുത്ത് നോക്ക്. അല്ല, എവിടെയായിരുന്നു ഈ നരേന്ദ്രമോദി? നരേന്ദ്രമോദി അല്ല, ഞാൻ സംസാരിക്കുന്ന സമയത്ത് സഖാവ് ഗോപൻ ഇടപെട്ടില്ല. മനുഷ്യർ മരണപ്പെട്ടപ്പോ ഈ മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുന്ന അഖിൽ എവിടെയായിരുന്നു? അഖിലിന്റെ പാർട്ടി എവിടെയായിരുന്നു? നരേന്ദ്രമോദി എവിടെയായിരുന്നു?
അപ്പൊ ആ തരത്തിലൊന്നും ഞങ്ങൾക്ക് ഏതായാലും ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ്, UDF സർക്കാർ, മുഖ്യമന്ത്രിയാണെങ്കിലും ഈ വിഷയത്തിൽ ഉടനീളം കഴിഞ്ഞ 3 ദിവസമായി വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം ഉൾപ്പെടെ, ക്യാമ്പുകളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുക ഉൾപ്പെടെ, അവർ ഇനി വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ അവരുടെ ശുചിത്വം ഉൾപ്പെടെ, ഇപ്പോ പ്രഖ്യാപനം വന്നല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചെലവഴിക്കുവാനുള്ള പണം ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ശരി, അത് വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുന്നുണ്ട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായം ഉണ്ടാവും എന്നുള്ള കാര്യം. ആരാണ്, ഏത് നിക്ഷേപകനെ കാണാനാണ് കൊച്ചിയിലേക്ക് പോയത്? അത് പറയുവാൻ എന്താണ് മടി? മഞ്ജുഷ്, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പറയേണ്ട സമയത്ത് തന്നെ അദ്ദേഹം പറയേണ്ടി വരും. അത്രയ്ക്ക് രഹസ്യമായി സൂക്ഷിക്കേണ്ട എന്ത് കാര്യമാണ് ഇതിലുള്ളത്? അല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോ തന്നെ അതിന് ഉത്തരം നൽകണമെന്ന് ഒരു മുഖ്യമന്ത്രിക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. പറയേണ്ട ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ പോളിസി മാറ്റർ ആണെങ്കിൽ അതീവ രഹസ്യമാക്കി വെക്കേണ്ട ആരാണ് അത്രയും വലിയ നിക്ഷേപവുമായി കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുന്നത്? അതിൽ എന്ത് രഹസ്യാത്മകതയാണുള്ളത്? സർക്കാരിനെ സംബന്ധിച്ച് വിവിധ ആളുകളുമായിട്ട് ചർച്ച നടത്തും, വിവിധ ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തും. അത് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശ്രീ മഞ്ജുഷ്, എന്തായാലും കേരളത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ, ആ ദുരന്ത മുഖത്ത് കൊള്ളയടിക്കുന്ന ഒരു സർക്കാരായിട്ട് UDF ഏതായാലും മാറില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ദുരന്തത്തെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നൊരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് ആയിരുന്നു ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഇവിടെ കോവിഡ് സമയത്ത് പോലും PPP കിറ്റ് മേടിക്കുന്നതിൽ പോലും, ആ കിറ്റ് മേടിക്കുന്നതിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആളുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നത്. കോവിഡ് രോഗികളുടെ ഡാറ്റകൾ അത് മറച്ചു വെച്ച് അമേരിക്കൻ കമ്പനിക്ക് മറച്ചു വിൽക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ തരത്തിലുള്ള സമീപനങ്ങളൊന്നും തന്നെ എന്തായാലും UDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകില്ല. അപ്പൊ പ്രളയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്ന തട്ടിപ്പുകൾ എത്ര വട്ടം നമ്മൾ ചർച്ച ചെയ്താണ്. എറണാകുളത്തെ കലക്ടറേറ്റ് കേന്ദ്രീകരിച്ച് NGO യൂണിയന്റെയും CPM-ന്റെയും നേതാക്കന്മാർ, ലോക്കൽ കമ്മിറ്റിയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? പ്രളയ തട്ടിപ്പ്, സാധാരണക്കാരായ മനുഷ്യർ കുടുക്ക പൊട്ടിച്ചിട്ടും അവന്റെ ഒരു ദിവസത്തെ വേതനം നൽകിക്കൊണ്ട് കേരളത്തിൽ ഖജനാവിലേക്ക് കൊടുത്ത പ്രളയ ഫണ്ട്, അത് തട്ടിപ്പ് നടത്തിയ CPM-ന്റെ നേതാക്കന്മാരെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആ അവസ്ഥയൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പ്രളയ തട്ടിപ്പ് എന്തായാലും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ഔചിത്യക്കുറവേ ഉണ്ടായിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔചിത്യക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഹെലികോപ്റ്റർ യാത്രയിലും അദ്ദേഹം മലപ്പുറത്ത് പോയി വിരുന്നിൽ പങ്കെടുത്തതും, ഈ 2 കാര്യത്തിലും ഒരു ഔചിത്യക്കുറവ്, ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ തട്ടിപ്പിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞാൽ പോലും അതിനൊക്കെ കൃത്യമായിട്ടുള്ള അതിനകത്തുള്ള നിലപാടുകൾ ഈ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ജില്ലക്കകത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്താണ്? നിങ്ങൾ എവിടെയാണ് അതിനകത്ത് മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ കാണുന്നത്? അതിലൊരു ഔചിത്യക്കുറവുണ്ട് ശ്രീ രോഹിത് കാര്യത്തിൽ. അത് താങ്കൾക്ക് അത് എന്തായാലും ഡിഫെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ. പക്ഷേ ആ ഒരു സമയം പ്രത്യേകതയുള്ളതാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്താൽ അത് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഭക്ഷണം കഴിക്കുന്നതിനെതിരല്ല, ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ മന്ത്രിമാർക്കും കൊടുക്കേണ്ട അസൈൻമെന്റ്സ് കൊടുത്തുകൊണ്ട് ജില്ലകളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി. ശ്രീ ഗോപൻ, അതായത് അദ്ദേഹത്തിന്റെ സ്റ്റൈൽ വേറെയാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഇരുന്നാൽ മാത്രമല്ല, അദ്ദേഹത്തിന് ജില്ലകൾ തോറും സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഏകോപനം നടത്താൻ കഴിയും. അതാണ് VD സതീശന്റെ പ്രത്യേകത. 2018 ഏറ്റവും കൂടുതൽ പ്രളയം അഫക്ട് ചെയ്ത ഒരു നിയോജകമായിട്ടാണ് കഴിഞ്ഞ 10 വർഷം ഈ സംസ്ഥാനത്ത് LDF ഭരിച്ചപ്പോൾ പോലെയുള്ള സ്ഥലത്ത് സമയമല്ലേ രോഹിത്തെ, ആ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ള. അദ്ദേഹം പറയുകയുണ്ടായി, പറവൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ആ പ്രളയ സമയത്ത് ചെയ്ത കാര്യങ്ങളും വിശദീകരിക്കുകയുണ്ടായി കേട്ടോ ശ്രീ PK ഗോപൻ. അന്ന് സർക്കാരിന് സഹായം ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായി വിളിച്ചു പറയുന്നത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം മണ്ടന്മാരും ഓർമ്മയില്ലാത്തവരും ആണെന്നാണ് ഇവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചു. കേരള അസംബ്ലിക്കകത്ത് ഉന്നയിച്ച ഒരേ അഴിമതി ആരോപണം മഞ്ജുഷ് എന്ന് പറ, രോഹിത് പറയണ്ട. 10 വർഷം ഇടതുപക്ഷം കേരളം ഭരിച്ചു. ഏത് സ്റ്റേറ്റാണ് ഇതുപോലെ അഴിമതിരഹിതമായി പ്രവർത്തിച്ച ഒരു സ്റ്റേറ്റിന്റെ പേര് കൂടി നിങ്ങൾ പറ. ഇപ്പൊ വന്നിരുന്ന് പറയാ പ്രളയ തട്ടിപ്പ്. എന്ത് തട്ടിപ്പെന്നാ? 80 രൂപ ആലപ്പുഴ. എത്ര വാർത്തകൾ നിങ്ങൾക്ക് കാണാം? അല്ല അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ല. നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെട്ടില്ല. മര്യാദ കാണിക്കണം ചർച്ചയിൽ.
ഞാന് ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചപ്പോ അതിൽ പോലും നിങ്ങൾക്ക് അസ്വസ്ഥ ഉണ്ടായി. നിങ്ങൾ അസത്യം അല്ല, അസ്വസ്ഥ ഉണ്ടായി. ശരിയല്ല ഇത്. അസത്യം ഇത് പറയുമ്പോൾ ശരിയല്ല. അല്ല, അത് മഞ്ജുഷ, ശരിയാണ് കേട്ടോ ഇത് ഗോപൻ. ഈ ശരിയല്ല. എറണാകുളത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ദുരിതാശ്വാസ തട്ടിപ്പൊക്കെ വന്നതാണ് കേട്ടോ. അത് ഒരുപാട് പഴക്കമുള്ളതല്ല. മഞ്ജുഷ അങ്ങനെ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ പുറത്ത് വെക്കണ്ട മഞ്ജുഷേ. CPM-ന്റെ പുറത്ത് വെക്കണ്ട. മഞ്ജുഷ എവിടെങ്കിലും പോയി തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഞാനിവിടെ പോയി CPM തട്ടിച്ചു. പ്രവർത്തകർ എന്തായി പറയണേ? ആവണം. എന്തായി പറയണേ? അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സഹാ ആളുകളൊക്കെ ഏത് ബന്ധമുള്ളവരാണെന്നൊക്കെ സഹാ ഇവിടെ ഓമനക്കുട്ടനെ അറിയോ? സഹാ ഓമനക്കുട്ടൻ. CPM 80 രൂപ. അല്ല, നിങ്ങൾ മഞ്ജുഷ ചോദിക്ക്, സഹാ ഓമനക്കുട്ടനെ അറിയോ എന്ന് അല്ല, ഞാൻ ചോദിക്ക്. പറഞ്ഞത് അല്ലല്ല, എറണാകുളത്തെ തട്ടിപ്പിനെ പറ്റിയാണ്. ശരിയായ ഏർപ്പാടല്ലല്ലോ ഇത്. ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ഇടപെടുന്നത് അങ്ങനെയല്ലല്ലോ, എല്ലാവരും ശരിയായ സംസാരിച്ച് ഇടപെട്ടു. ആരും രോഹിതിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടപെട്ടത്. നിങ്ങൾ മൂന്നുപേരുടെ ചർച്ച ചെയ്യും. നിങ്ങൾ മൂന്നുപേരുടെ ചർച്ച അല്ല, രോഹിതിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടപെട്ടത്. കേന്ദ്രീകരിച്ച് നടന്ന പ്രളയ ഫണ്ട് തട്ടിപ്പിൽ CPM-ന്റെ ആളുകൾ ഉണ്ട്, പ്രതിയാണ്. അങ്ങേ വെല്ലുവിളിക്കുകയാണ്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ NGO യൂണിയന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാണ്. ശരി 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 ഗോപൻ. ഇല്ല, ഞാൻ നിർത്തി. അല്ലല്ല, താങ്കൾ തുടർന്നുള്ളത്. അല്ല, ഇവിടെ പ്രതിരോധത്തിലായത് രോഹിതാണ് ഗോപൻ. ഇവിടെ പ്രതിരോധത്തിലായത് രോഹിതാണ്. കാരണം സർക്കാരിനെതിരെയാണ് ആരോപണം. മഞ്ജുഷൻ രോഹിത്തോട് അങ്ങ് ചർച്ച ചെയ്ത് തീർത്താൽ മതി. ഞങ്ങളെ അങ്ങനെ പറയാതെ, താങ്കൾ അങ്ങനെ പറയരുത്. താങ്കൾ അങ്ങനെ പറയരുതേ. സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാൻ അവസരം താങ്കൾക്കാണുള്ളത്. പ്രതിപക്ഷത്തിനാണ് അവസരമുള്ളത്. അല്ല, പ്രതിപക്ഷത്തിനാണ് അവസരമുള്ളത് സാർ. ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെക്കണ്ട. പ്രതിപക്ഷത്തിനാണ് അവസരമുള്ളത്. എന്ത് ശൈലിയായത്? 10 വർഷം ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോ ഉയർത്താത്ത ഒരു അഴിമതി, എന്നിട്ട് മഞ്ജുഷോട് അതിന്റെ കൂടെ ചേരുക. പ്രളയ തട്ടിപ്പ്. ഇവരുടെ ആരോപണവും വസ്തുതയും തമ്മിൽ ബന്ധമുണ്ടോ? നിങ്ങൾ 12 ദിവസം ചർച്ച ചെയ്തല്ലോ. 80 രൂപ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓട്ടോ കൂലി വാങ്ങിച്ചിട്ട് 12 ദിവസം ചർച്ച ചെയ്തല്ലോ. എന്തായിരുന്നു? ഒരു ക്യാമ്പിൽ ഓട്ടോയിൽ സാധനം കൊണ്ടുവന്നിട്ട് ഓട്ടോ കൂലി വാങ്ങിച്ചതിന്റെ പേരിൽ കേരളം പിന്നീട് അയാളുടെ മുമ്പ് മാപ്പ് പറഞ്ഞില്ലേ? നിങ്ങളൊരു ശിവശങ്കരനെ പ്രതിയാക്കിയായിരുന്നല്ലോ. നിങ്ങൾ ജയിലിൽ പിടിച്ചിട്ടായിരുന്നല്ലോ. നിങ്ങൾ മാപ്പ് പറഞ്ഞോ ഇതുവരെ? ഒരു ശിവശങ്കരനെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം FIR ശ്രീ VD സതീശൻ വന്നിട്ട് പോലും FIR പോലും പ്രതിയല്ലാതായി മാറിയില്ലേ? ഇതുപോലല്ലേ കാണിച്ചു കൂട്ടിയതല്ല? കേരളത്തിൽ 35 ലക്ഷം ആളുകളെ 12,000 ക്യാമ്പുകളിലായിട്ട് സംഘടിപ്പിച്ച് നിർത്തി. ഈ കേരളത്തിൽ പ്രളയകാലത്ത് ഇവിടെ BJP-യുടെ പ്രതിനിധി നേരത്തെ പറഞ്ഞു അതിന്റെ പരാജയമാണ് നിങ്ങൾ തോറ്റതെന്ന്. ആ സമയത്താണ് ഞങ്ങൾ 99 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം. ഇവിടെ തദ്ദേശ വകുപ്പിന്റെ കാര്യം പറഞ്ഞു. ഇന്ന് മഞ്ജുഷ, ഇന്ന് നിങ്ങൾ വാർത്ത കൊടുത്തു എനിക്കറിയില്ല. കേരളത്തിൽ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലേക്ക് ഇന്ന് LDF മാർച്ച് നടത്തി. 10,000 കോടി രൂപ LDF തദ്ദേശത്തിന് മാറ്റിവെച്ചത് സതീശൻ ഗവൺമെന്റ് വന്നിട്ട് 8,500 കോടിയായിട്ട് അത് ചുരുക്കി. ആ തുക അവസാന ഗഡു കൊടുത്തില്ല. ഇപ്പോഴത്തെ ആദ്യ ഗഡു കൊടുത്തിട്ടില്ല. നമ്മുടെ തദ്ദേശത്തിന് മുൻകൂർ നമ്മുടെ മലിനീകരണ വിമുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പണമില്ല. UDF-നാണ് ഇപ്പൊ പഞ്ചായത്ത് കൂടുതൽ. അതിന്റെ പേരിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം അവർ നടത്തിയില്ല. 10,000 കോടി വീണ്ടും കടമെടുത്തു. കടത്തെക്കുറിച്ച് ആക്ഷേപിച്ചവരാ. 10,000 കോടി കടമെടുത്തു. എന്നിട്ടും ഇത് കൊടുക്കുന്നില്ല. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ പണമില്ല. സർക്കാർ ആശുപത്രി, ആ ആശുപത്രിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ കാരുണ്യയിൽ നിന്നും നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും മരുന്ന് വാങ്ങിക്കാൻ സൂപ്രണ്ടമാർക്ക് അനുമതി കൊടുത്തു. ഇപ്പൊ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയുക പ്രളയത്തിൽ അഴിമതി നടത്തി കേസുണ്ടെന്ന്. ഏത് കേസ്? എന്നെ വെല്ലുവിളിക്കുക. എന്നിട്ട് പ്രളയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി, ഈ ഇപ്പോൾ അല്ല നിലവിലുള്ള ഈ ഹെലികോപ്റ്റർ വിവാദമുണ്ടല്ലോ. ഈ ഹെലികോപ്റ്റർ വിവാദം ഉന്നയിക്കുവാൻ CPM-നുള്ള ധാർമ്മിക അവകാശം കൂടി ഉണ്ട് കേട്ടോ. അതല്ല, അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കേട്ടോ. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഹെലികോപ്റ്റർ എടുത്തത്. അനാവശ്യമായിട്ടെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ പ്രളയം കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ജനീവയിൽ നടന്ന കോൺഫറൻസിൽ അവർ ക്ഷണിച്ചു വരുത്തി. മുഖ്യമന്ത്രി അവിടെ ആദരിച്ചു. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിന് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ അവിടെ വിളിച്ചു വരുത്തി അവർ ആദരിച്ചു. ഇന്ത്യ റൂം ഫോർ റിവറൊക്കെ എവിടെ പോയി ശ്രീ PK ഗോപൻ? നെതർലൻഡ് സന്ദർശിച്ചതും ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇതൊക്കെ വെറുതെ സന്ദർശനം മാത്രമേ. സാധാരണ വിലയെക്കാട്ടി കൂടുതൽ വിലയ്ക്ക് PP കിറ്റ് വാങ്ങിച്ചതിനായിരിക്കും. നെതർലാൻഡ് കേരളത്തിലെ അനുയായിയല്ലേ ഇങ്ങനെ പറയൂ? VD സതീശന്റെ അനുയായിയല്ലോ. നാക്കെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരു മനുഷ്യന്റെ സഹപ്രവർത്തകരല്ലേ നിങ്ങൾ? അല്ല, BJP-കാരനാണ് പറഞ്ഞത്. BJP-കാരനാണ് പറഞ്ഞത്. കേരളത്തെ പറ്റിക്കാൻ ഇറങ്ങരുത്. നാക്കെടുത്താൽ നുണ മാത്രമല്ലാതെ
ഒരു അല്ല, കാര്യമെങ്കിലും സത്യം പറ. ദുരന്തം പിണറായി നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. നിങ്ങളും നുണയാണ് പറയുന്നത്. കോൺഗ്രസ് മാത്രമല്ല, അത് നിങ്ങളും നുണയാണ് പറയുന്നത്. നിങ്ങളും നുണയാണ് പറയുന്നത്. കോൺഗ്രസ് മാത്രമല്ല, നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ഇന്നലെ പത്തനംതിട്ടയിൽ നിന്നും എറണാകുളത്തേക്ക് പോയി എന്ന് പറയുന്ന PK ഗോപൻ നെഞ്ചിൽ കൈവച്ച് പറയൂ, നെതർലാൻഡിൽ പോയി വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഠിച്ചിട്ട് വന്ന വിദ്യ പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോയ PK ഗോപന് ആ യാത്രയിൽ ഒരിടത്തും പോലീസിന്റെ ആവശ്യമോ റെസ്ക്യൂവിന്റെ ആവശ്യമില്ലാതെ ആ വെള്ളക്കെട്ട് പരിഹരിക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കിയത് നെഞ്ചിൽ കൈവച്ച് PK ഗോപൻ പറയും. നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ മച്ചാനും മച്ചമ്പിയും മരുമോനും ഒക്കെ ആയിട്ട് നിങ്ങൾ നിൽക്ക്. മച്ചമ്പിയും മരുമോനും ഒക്കെ ആയിട്ട് നിങ്ങൾ അവിടെ നിൽക്ക്. ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? PK ഗോപന് ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ? നെതർലാൻഡിൽ പോയി കേരളത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഏതു തരത്തിലുള്ള ടെക്നോളജിയാണ് പിണറായി വിജയനും ആ മരുമോകനും പോയി പഠിച്ചതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ PK ഗോപന് ധൈര്യമുണ്ടോ? നിങ്ങൾ പറയും. നിങ്ങൾ നെതർലാൻഡിൽ പോയി, ഉസ്ബെക്കിസ്ഥാനിൽ പോയി, അമേരിക്കയിൽ പോയി, ലണ്ടനിൽ പോയി എന്ന് പറയുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളാണ് ഈ കേരളത്തെ ഇത്രയും അധികം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പടുകുഴിയിലേക്ക് എത്തിച്ചത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. നന്ദി. ചർച്ചയിൽ പങ്കെടുത്തില്ല. ചോദ്യം ഇതായിരുന്നു, പ്രളയത്തിനിടയിലെ ഹെലികോപ്റ്റർ യാത്ര മുഖ്യമന്ത്രിയുടെ വിശദീകരണം ശരിയാണെന്ന് 77%, പ്രേക്ഷകർ അല്ല എന്ന് 19%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.